1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം അയോധ്യയിൽ പോവുകയും പുറംമോടികൾക്ക് അപ്പുറം അയോധ്യയുടെ സത്യമെന്താണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം ഞങ്ങളൊരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുകയുണ്ടായി. 70 വർഷങ്ങൾ തുടർന്നു വന്ന കേസിനും കഴിഞ്ഞ 28 വർഷമായി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് സംബന്ധിച്ച് നടന്ന കേസിനുമൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ബാബരി മസ്ജിദ് നിലനിന്ന ഭൂമി രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ ഡിസംബർ 6 കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ അന്നത്തെ ഡോക്യുമെൻ്ററിയും ഞങ്ങളുടെ കണ്ടെത്തലുകളും തീർത്തും പ്രസക്തമാണ് എന്ന് ബോധ്യമുള്ളതിനാൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എല്ലാ മതങ്ങളുടെയും സംഗമസ്ഥാനമായിരുന്നു അയോധ്യ. ജൈനക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും ഹൈന്ദവ ദേവാലയങ്ങളും മസ്ജിദുകളും തൊട്ടുരുമി നിൽക്കുന്ന സരയൂ നദീതീരത്തെ പ്രശാന്തമായ പട്ടണം അയോധ്യ मतमैत्रियों प्रतीकमाയിരുന്നു. अयोध्या जैन धर्म का सबसे प्राचीन तीर्थ है. हमारे यहाँ 24 तीर्थंकर माने गए हैं. उसमें से प्रथम तीर्थंकर भगवान ऋषभदेव हुए हैं, जिनको हम आदिनाथ आदि ब्रह्मा कहते हैं. उनका जन्म इसी अयोध्या में आज से करोड़ों वर्ष पूर्व हुआ था. भगवान ऋषभदेव के 2 पुत्र काफ़ी मशहूर हुए हैं. भगवान बाहुबली, उनका जन्म भी इसी अयोध्या में हुआ. दूसरे पुत्र उनके भरत स्वामी थे, जिनके नाम से हम लोग मानते हैं कि इस भारतवर्ष का नाम भगवान ऋषभदेव के पुत्र भरत के नाम से पड़ा है. ये तो प्रथम तीर्थंकर के जन्म की बात है. इसी प्रकार से 24 में से अन्य 4 तीर्थंकरों ने भी इसी अयोध्या में जन्म लिया है. हम लोग जितने भी हमारे तीर्थ हैं, उनमें सबसे प्रथम आदि तीर्थ और शाश्वत तीर्थ अयोध्या को मानते हैं. ബുദ്ധവിഹാരങ്ങളുടെ ചുറ്റും വികസിച്ച ബുദ്ധഭിക്ഷുക്കളുടെ ധർമ്മസംസ്കാരത്തിൻ്റെ ഈറ്റില്ലം കൂടിയായിരുന്നു അയോധ്യ. വർഷങ്ങൾക്ക് മുൻപ് അയോധ്യയിലെ ഹിന്ദു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം സൂഫി ഷാ ഇബ്രാഹിമിൻ്റെ പള്ളി മാത്രമായിരുന്നു. इब्राहिम साहब अयोध्या में आकर के उस समय बसे थे जब यहाँ पे कोई धार्मिक भेदभाव या झगड़ा फसाद किसी भी प्रकार का यहाँ कोई नहीं था. तो ठीक उस स्थिति में आकर के आप यहाँ पे अपना दीन धर्म का प्रचार शुरू किए और उस प्रचार से और उनके व्यवहार से प्रभावित होकर के यहाँ सभी तबके के लोग उनके अनुयायी बनते चले गए, जिसमें हिंदू भी थे भारी तादाद में और मुस्लिम समुदाय तो थे ही. और आज उनके अवशेष के रूप में उनके मज़ार हैं, जहां आज भी उसी पुराने दिनों की तरह हिंदू मुस्लिम सभी तबके के लोग आज भी जा रहे हैं. तो ये अयोध्या जैसे वातावरण में ये सांप्रदायिक एकता स्थापित करने के लिए सबसे एक आदर्श स्थल के रूप में इसे अयोध्या के जागरूक लोग इस रूप में इसे देखते हैं. നീളത്തിലുള്ള ഈ കബറിടം പ്രവാചകവര്യനായ നൂഹ് നബിയുടേതാണെന്ന് പലരും കരുതുന്നു. അയോധ്യയിലെ മുസ്ലിം സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ നിദർശനമായി ഇന്നും ഇതിവിടെ നിലകൊള്ളുന്നു. पिताजी और दादे परदादे इस गुरुद्वारे की सेवा करते हुए चले आ रहे हैं, जो कि करीब 200-250 साल से ये सेवा होती चली आ रही है. इस स्थान पर पहले गुरु नानक देव जी यहाँ पर आके
पंडितों को उपदेश दिया है और साधु संतों को यहाँ पर सत्य उपदेश देकर उनका कृतार्थ किया है। उसके बाद गुरु तेग बहादुर साहब जी जिस समय आसाम से अनंतपुर साहब जा रहे थे, उस समय भी यहाँ पर आए और यहाँ पर अपनी निशानी पहचान एक खड़ाऊ यहाँ दे गए हैं जो अभी रखा हुआ है अंदर, जिसका दर्शन श्रद्धालु लोग करते हैं आके और अपनी मनोकामना पूर्ण करते हैं। വിഭിന്ന സംസ്കാരധാരകൾ ഒന്നിച്ചു ചേർന്ന് സരയൂ നദിയെപ്പോലെ ശാന്തമായി ഒഴുകിയതാണ് അയോധ്യയുടെ ചരിത്രം. അയോധ്യ സന്യാസിമാരുടെയും സൂഫി വര്യന്മാരുടെയും ബുദ്ധജൈന മുനിമാരുടെയും സംഗമഭൂമിയും സംവാദവേദിയുമായിരുന്നു. നാനാ സംസ്കാരങ്ങളുടെ സമുച്ചയമായ ഇന്ത്യയുടെ ഒരു പ്രാചീന പരിച്ഛേദമായിരുന്നു അവിടം. പാഹിയാന് ചരിത്രമെഴുതാനും രാജാക്കന്മാർക്ക് വിനോദത്തിനും കവികൾക്കും സാഹിത്യകാരന്മാർക്കും ചിന്തിക്കാനും എഴുതാനും അയോധ്യ സൗകര്യം ചെയ്തു കൊടുക്കുകയുണ്ടായി. ചൈനീസ് സഞ്ചാരി ഹുയാങ് സാങ്ങും ഫാഖ്യാനുമൊക്കെ അയോധ്യ സന്ദർശിച്ചിരുന്നു. അവരാരും രാമജന്മഭൂമിയെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല. വാജിദ് അലി ഷാ ഭരിച്ച അവധിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന അയോധ്യയിലും ഫൈസാബാദിലും മറ്റും നവാബുമാരുടെ ശില്പചാതുര്യം ഇന്നും വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. അയോധ്യയിൽ ജാനകിഘട്ടും ഹനുമാൻഗഡിയും നിർമ്മിക്കാൻ നവാബുമാർ ഭൂമി നൽകിയിരുന്നു. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം കീഴ്പ്പെടുത്താൻ കഴിഞ്ഞപ്പോഴും ഹിന്ദു മുസ്ലിം ഐക്യം മൂലം അവധ് കയ്യിലൊതുക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല. വാജിദ് അലി ഷാ, ദാറാബ് അലി ഖാൻ, സഫറുദ്ദൗള, ഷുജാ ഉദ്ദൗള ബഹദൂർ തുടങ്ങിയ നവാബുമാരുടെ കൊട്ടാരങ്ങൾ ഉൾക്കൊള്ളുന്ന സരയൂ തീരത്തെ പഞ്ചമടിയായിരുന്നു അയോധ്യയുടെ ഹൃദയം. ബ്രിട്ടീഷുകാർ ചവിട്ടുമതിച്ച ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ ചിതറിക്കിടപ്പുണ്ട്. നവാബ് അസീഫ് ദൗളയുടെ ഭാര്യ ബാഹു ബീഗത്തിൻ്റെ എണ്ണമറ്റ സമ്പത്തും കൊട്ടാരങ്ങളുമായിരുന്നു അയോധ്യയുടെ ഒരു കാലത്തെ സൗന്ദര്യം. എന്നാൽ അവരുടെ പുത്രനെ കബളിപ്പിച്ച് ഇവ മുഴുവൻ ബ്രിട്ടീഷുകാർ കയ്യിലാക്കി. 18-ാം നൂറ്റാണ്ടിൽ നവാബുമാരുടെ ഭരണകാലത്താണ് അയോധ്യ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായി വികസിച്ചതെന്ന് ജ്ഞാനേന്ദ്ര പാണ്ഡെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ഇതൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായിരുന്നില്ല. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് AD 1574 ഈ സ്ഥലത്തിരുന്ന് തുളസീദാസ് രാമചരിതമാനസം രചിച്ചു. 1528 മുമ്പ് അയോധ്യയിൽ രാമക്ഷേത്രമുണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. കലയും സംഗീതവും നൃത്തങ്ങളും ഏറ്റവും വികാസം പ്രാപിച്ചതായിരുന്നു അയോധ്യയുടെ ഈ കാലഘട്ടം. ഇക്കാലത്തൊക്കെ ബാബറി മസ്ജിദ് അയോധ്യയിലൊരു കുന്നിൻപുറത്ത് യാതൊരു തർക്കവുമില്ലാതെ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. AD 1528 ബാബർ ചക്രവർത്തിയുടെ ഗവർണറായിരുന്ന മീർബാഖി താഷ്കന്തിയാണ് അയോധ്യയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന കുന്നിൻപുറത്ത് ബാബറുടെ പേരിൽ
മനോഹരമായ ഒരാരാധനാലയം നിർമ്മിച്ചത്. അതിൻ്റെ കവാടത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നു: ആകാശങ്ങളുടെ ഉച്ചിവരെ ഉയർന്നു നിൽക്കുന്ന നീതിസൗധത്തിന്റെ അധിപനായ ബാബർ ചക്രവർത്തിയുടെ കൽപ്പനയാൽ നല്ലവനായ മീർബാഖി മാലാഖമാരുടെ ഈ സംഗമസ്ഥാനം പണിതു. ഈ നന്മ എന്നെന്നും നിലനിൽക്കട്ടെ. Ayodhya has been a deserted place since 1934, and there have been many battles over that site over the centuries. Even during the days of the Nawab Wajid Ali Khan of Ayodhya, there was a big fight, and the Nawab refused to come out on the side of the Muslims or anybody. He just called the East India Company to restore order. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അമീർ അലിയെയും രാംചരൺ ദാസിനെയും തൂക്കിക്കൊന്നു. 1925 ഇവിടെ വെച്ചായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ അഷ്ഫാഖുല്ല ഖാനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. അയോധ്യയിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ബ്രിട്ടീഷ് നീക്കം വാജിദ് അലി ഷാ അനുവദിച്ചില്ല. പള്ളിക്ക് പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഹിന്ദുക്കൾക്ക് പൂജിക്കാൻ അദ്ദേഹം സൗകര്യം നൽകി. എന്നാൽ വാജിദ് അലി ഷായുടെ ഒത്തുതീർപ്പ് ഇംഗ്ലീഷുകാർ ദുരുപയോഗപ്പെടുത്തി. ബ്രിട്ടീഷ് ഓഫീസറായ HR നവീൽ ഫൈസാബാദ് ജില്ലാ ഗസറ്റിൽ ബാബർ അയോധ്യയിൽ വന്ന് ക്ഷേത്രം തകർത്തു എന്ന് നുണക്കഥ എഴുതി വെച്ചു. ഈ നുണക്കഥയുടെ ബലത്തിലാണ് ശ്രീരാമജന്മഭൂമി വാദം ശക്തിപ്പെട്ടത്. എന്നാൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ തലവൻ സ്വാമി രാംവിലാസ് ദാസ് വേദാന്തി തന്നെ ബാബർ അയോധ്യയിൽ വന്നിട്ടില്ലെന്ന് പ്രസ്താവിക്കുന്നു. अयोध्या की धरती में बाबर आया ही नहीं. बाबर के नाम पर कलंकित ढांचा मीर बाकी ने हमारे देश के हिंदू को मारकर बनाया. उन दीवारों को जब तोड़ा गया था तो दीवारों के अंदर से हड्डी निकली थी हिंदुओं की. जहां तक मैंने वैष्णव साहित्य का अध्ययन किया, मैं वैष्णव हूं, मैं उस सेक्ट को बिलोंग करता हूं जो राम को पूजते हैं. हमारे यहाँ किसी किताब में उस मंदिर का कोई तस्करा नहीं है जिसको कहते हैं कि तोड़ दिया बाबर ने या बाबर के वक्त पे मीर बाकी ने. जब उसके एग्जिस्टेंस का कोई जिक्र नहीं है कहीं, तो उसको तोड़ने का सवाल नहीं उठता. कोई किसी मंदिर को तोड़कर मस्जिद बनी, इसका कोई सबूत नहीं है. The contemporary evidence to a large extent do not talk about this possible destruction of a temple or even the existence of a temple. Even the Hindu texts belonging to the 14th century do not talk about a temple, not even that particular spot as a center of pilgrimage, though Ayodhya had developed as a center of a pilgrimage, but that particular spot was not one of the tirthas mentioned in historical text, Hindu text for that matter. പള്ളിയിലെ വിഗ്രഹപ്രതിഷ്ഠയ്ക്കെതിരെ ഉപവാസം നടത്തിയ അന്നത്തെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയും തികഞ്ഞ ഹൈന്ദവ യോഗിയുമായ അക്ഷയ് ബ്രഹ്മചാരി പറയട്ടെ. जब उसमें मूर्ति रखी गई तो रामदेव दुबे वहां के एसओ थे, स्टेशन ऑफिसर पुलिस, उनने रिपोर्ट लिखाई है और मुकदमा भी कायम हुआ कि 50-60 आदमी रात में आए और उसका कुफल तोड़ कर, ताला तोड़ करके अंदर चले गए, मस्जिद को नापाक किया और मूर्ति रख दी. तो वहां खुद पैदा होने वाली बात गलत है. ये तो आज इसको कौन यकीन करेगा, हम लोगों के सामने की बात है. मूर्ति रखी गई, मुकदमा चला, कुछ लोगों को सजा भी हुई, अपीलेट कोर्ट से छूट गए डायरेक्ट एविडेंस होने के न होने की वजह से. It is an admitted position that it was a mosque and it remained a mosque and it was used as a mosque till 22nd December 1949. In the night of 22nd and 23rd December 1949, idols were illegally and forcibly placed into it. And then on 29th December, the city magistrate Faizabad, Ayodhya, passed the order of the attachment and receiver was appointed. So then it was attachment.
ഒരു സംഘം ബൈരാഗികളാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രേരണയോടെ കുഴപ്പമുണ്ടാക്കിയത്. ഭാരതീയ ജനസംഘത്തിന്റെ സമ്പൂർണ്ണ അനുഭാവിയായിരുന്ന മലയാളിയായ KK നായരാണ് പള്ളിയിൽ വിഗ്രഹം ബലാത്കാരമായി സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരി പറയുന്നു. 23 दिसंबर 1949 ईस्वी में आपने श्री राम लला जी का प्राकट उत्सव किया था और वहाँ बाबरी मस्जिद में भगवान का अवतार हुआ था आपके द्वारा. आपके ऊपर भी कोई ऑर्गेनाइजर था? उस नियुक्ति में प्रधान नैयर साहब थे. KK नैयर जो यहाँ के DM थे. 1949 ഡിസംബർ 22 രാത്രി ബാബരി പള്ളിയിൽ നടന്ന അവസാനത്തെ ഇശാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഇമാം അബ്ദുൽ ഗഫാർ മൗലവി 1991 ഏപ്രിൽ 20 അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനാകട്ടെ 1992 ഡിസംബർ 6 പള്ളി തകർത്ത ശേഷം അയോധ്യയിലുണ്ടായ കലാപത്തിൽ രക്തസാക്ഷിയായി. This 1000 years or so, there have been invasions by Turks, Mongols, earlier stage even Arabs. They destroyed countless temples. Many of these were converted into mosques. മുസ്ലിം രാജാക്കന്മാരെ പോലെ തന്നെ പല ഹിന്ദു രാജാക്കന്മാരും വ്യാപകമായി ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ അടിസ്ഥാനമാണ് അവയ്ക്കുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് 11-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ചിരുന്ന ഹർഷൻ എന്ന ഹിന്ദു രാജാവ് വ്യാപകമായി കാശ്മീരിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തതായും അതിൽ സൂക്ഷിച്ചിട്ടുള്ള ധനകോശങ്ങൾ, രത്ന സമ്പത്തുകൾ, തൻ്റെ പൂർവികന്മാർ സമർപ്പിച്ചിട്ടുള്ള സമ്പത്തുകൾ കൊള്ളയടിച്ചതായും അതും പോരാഞ്ഞ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള വിഗ്രഹങ്ങൾ, അവയിലെ വിഗ്രഹങ്ങൾ വ്യാപകമായി തകർക്കാൻ വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ സൃഷ്ടിക്കുകയും അതിന് ഉദയരാജാവ് എന്ന പേരുള്ള ഒരു മന്ത്രിയെ അതിൻ്റെ അധിപനായി നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കൽഹണൻ 12-ാം നൂറ്റാണ്ടിൽ കൽഹണൻ എന്ന കവി രാജതരംഗിണി എന്ന സംസ്കൃത ചരിത്ര കാവ്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. हमारे देश के हिंदुओं ने इन 3 का संकल्प लिया है. काशी विश्वनाथ मंदिर, मथुरा कृष्ण जन्मभूमि पर जो कलंकित ढांचे खड़े हैं उन ढांचों को गिराकर वहां पर मंदिर बनाया जाएगा. और आ गई भारतवर्ष के जो मस्जिद हैं 30,000, और उन 30,000 मस्जिदों में हैं तो कई हजार, लेकिन 30,000 मस्जिदें हैं जो मंदिर तोड़कर बनाई गई हैं. हम एक बार फिर सरकार से कहना चाहते हैं, यदि 3 मंदिरों को दे दिया जाता है तो हम 30,000 मस्जिदों को नहीं छुएंगे. लेकिन यदि 3 मंदिरों को मंदिर निर्माण करने के लिए सरकार नहीं देती तो फिर स्वाभाविक है प्रतिक्रिया होगी. History has been an extremely important factor. It in fact has been the ideology of communalism for a very long time. From the time of Savarkar through Golwalkar and a large number of other ideologues of Hindu communalism, history has been invoked for mass mobilization. Communalism as an ideology wants to show that the particular community to which it is making an appeal has always got a raw deal from the other community which is its opponent. So it must make an appeal to the past. Moreover, in order to emphasize its identity and its uniqueness, the communalism of a particular community tries to build up a largely fictitious past of its own glories as against the rather unsavory past of the other community. So a fictitious history is a necessary handmaid for the construction of a communalist ideology, particularly in modern times. സവർണവർഗീയ സംഘടനകളുടെ മാതാവായ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ അംഗങ്ങൾക്ക് നൽകുന്ന സന്ദേശം കൃത്യവും ക്ലിപ്തവുമാണ്. മൈത്രിയിൽ ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിഷവിത്ത് വിതയ്ക്കുക എന്നതാണ് അത്. എല്ലാ പരിശീലനങ്ങളും നൽകി വളർത്തിയെടുക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ ഭ്രാന്ത് പടർത്തുന്ന തരത്തിലുള്ളതാണ്. സ്വന്തം ഭാവനയ്ക്കൊത്ത് പടച്ചുണ്ടാക്കിയ പൂർവ്വകാല പീഡനങ്ങളുടെ നിറം പിടിപ്പിച്ച ചരിത്രമാണ് ഫാസിസ്റ്റുകളുടെ മുഖ്യ ആയുധങ്ങളിൽ ഒന്ന്.
ക്ഷേത്രധ്വംസനങ്ങളെക്കുറിച്ച് സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന കഥകൾ ഇതിന് ഉദാഹരണമാണ്. അയോധ്യ പ്രശ്നവും പുതിയ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്ലാനും സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് വളരെയേറെ ആക്കം കൂട്ടി. ഹിന്ദുവാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുക എന്ന് ചുവരുകളിൽ എഴുത്തുകൾ നിറഞ്ഞു. ഹിന്ദുത്വത്തിന്റെ വളർച്ച ഹൈടെക് സാങ്കേതിക വിദ്യയിലൂടെ വേഗത പ്രാപിച്ചപ്പോൾ സാമുദായിക ശൈഥില്യം വർദ്ധിക്കുകയായിരുന്നു. സ്വദേശാഭിമാനം മുഖംമൂടിയാക്കുമ്പോൾ RSSന്റെ അമേരിക്കൻ സാമ്രാജ്യബാധകങ്ങൾ ഗ്ലോബൽ വിഷൻ സമ്മേളനത്തിലൂടെ പുറത്തുവരികയുണ്ടായി. മുസ്ലിങ്ങൾ നന്നേ കുറവായ മഹാരാഷ്ട്രയിൽ RSS ഉടലെടുക്കാനുള്ള കാരണം മുസ്ലിം മേൽക്കോയ്മയെക്കുറിച്ചുള്ള പരിഭ്രമം ആയിരുന്നില്ല. മറിച്ച് മഹാത്മാഫൂലെയും അംബേദ്കറും തുടക്കം കുറിച്ച ദളിതുകളുടെ രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. ഇന്ന് ദേശാഭിമാനത്തിൽ ഊറ്റം കൊള്ളുന്ന RSS സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് പാദസേവകരായിരുന്നു എന്ന് ചരിത്രം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ RSS ഒരു സംഘടന എന്നുള്ള നിലക്ക് കാര്യമായ ഒരു പങ്കും നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. വ്യക്തികൾ എന്നുള്ള നിലക്ക് പലരും ചെയ്തിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാതിരിയോ അതുപോലുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മാതിരിയോ അതുപോലെ വ്യക്തികൾ സാംസ്കാരിക പ്രവർത്തകർ എന്നുള്ള നിലയിലോ അവരൊക്കെ ചെയ്ത മാതിരിയോ ഉള്ള യാതൊരു സഹായവും സംഭാവനയും RSS ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഗാന്ധിജിയെ വധിക്കുന്നതിലാണ് ഈ ദേശസ്നേഹം കലാശിച്ചതും. There was no religion which could properly be called Hindu. In India, there had been quite a lot of religions. It has been always a plural society where different philosophical systems and different religious beliefs operated. Thus, they constructed a religion. And this was, remember, not an innocent construction, but a very deliberate ideological construction, because they excluded several elements of traditional religion and traditional philosophy, which would have been in conflict with the sectarian aims that they had in mind, say like Buddhism or Jainism, or philosophical systems like the Sankhya. They also excluded what have traditionally been called the Shramana religions or the workers' religions, on which several of the Bhakti movements were based. Religions which did not accept the superiority of the Brahmins. സ്കന്ദപുരാണത്തിലെ അയോധ്യ മാഹാത്മ്യത്തിൽ വിവരിക്കുന്ന രാമജന്മസ്ഥാൻ ബാബറി മസ്ജിദിന് വളരെ ദൂരെയായിട്ടും നുണപ്രചാരണങ്ങൾക്ക് പ്രാബല്യം കിട്ടി. Nothing positive to substantiate that the mosque was built after demolishing a temple. These black pillars themselves, if one looks at some of the reports of the 19th century, the British officials have said that such black pillars were strewn all over
the United Provinces, the then Northwestern Provinces. And of course, even outside the temple, even today, there are two pillars in museums in different parts of North India. The actual placing of it shows that it has nothing to do with a structure which was there before. സവർണരെ പ്രീണിപ്പിക്കാനായി കോൺഗ്രസ് ഭരണകൂടം ബാബറി മസ്ജിദിന്റെ കവാടം ഹിന്ദുക്കൾക്കായി തുറന്നുകൊടുത്തു. അലഹബാദ് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാതെയാണ് ഏകപക്ഷീയമായ ഈ തീരുമാനമുണ്ടായത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ജനതാദൾ ഗവൺമെന്റ് തീരുമാനിച്ചതോടെ അദ്വാനി ആരംഭിച്ച രഥയാത്ര 2 ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് നീങ്ങി. ബാബറി മസ്ജിദ് തകർക്കുക, സംവരണത്തെ തുരങ്കം വയ്ക്കുക. കർസേവകർ ഹിന്ദു തത്വങ്ങൾക്കെതിരായാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിച്ച ശ്രീരാമക്ഷേത്ര പൂജാരി സ്വാമി ലാൽദാസിനെ അവർ വെടിവെച്ചു കൊന്നിട്ട് കേസ് പോലും ചുമത്തപ്പെടുകയുണ്ടായില്ല. നവാബുമാർ ഭൂമി കൊടുത്താണ് ജാനകിഘട്ടും ഹനുമാൻഗഡിയും പണിതതെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. Muslims' response to the whole issue has been balanced, quite sober and reasonable. They were ready to go for any mediation. They were ready to wait for the verdict of the court. While the VHP and other Hindutva forces, they never missed an opportunity to question the authority of the court to pass a judgment on the Babri Masjid issue. Clearly, it is a case of fascism, because fascism always questions the rule of law. Throughout our struggle for protection of Babri Masjid, we have followed a path of peace. All our agitation throughout was constitutional. Dharnas, courted arrest, made representations, presented memorandums, sent telegrams, collected signatures and presented to the President and Prime Minister. All this we did. But they took no notice of it. അയോധ്യയ്ക്ക് പുറത്ത് വാദപ്രതിവാദ കോലാഹലങ്ങളും മതവൈരവും ആളിക്കത്തിയപ്പോഴും അയോധ്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൗഹൃദത്തിലും ശാന്തിയിലുമായിരുന്നു. അയോധ്യയിലെ പ്രകൃതിയും ജനതയുമെല്ലാം ഈ സാഹോദര്യ സങ്കല്പങ്ങൾ അർത്ഥപൂർണമായി തന്നെ ഉൾക്കൊണ്ടു. തെരുവുകളിലും പണിശാലകളിലും അവർ സ്പർദ്ധയില്ലാതെ വർത്തിച്ചു. अयोध्या लोकल में हिंदू, मुसलमान और हम जैन लोग सभी लोग मिल करके काम करते हैं. यहाँ पर तो कोई आपसी तनाव या आपसी संघर्ष या आपसी द्वेष इस प्रकार का वातावरण नहीं है. कुछ अंशों में तो संप्रदाय विशेष के होने से आ ही जाता है, लेकिन अधिक अंशों में तो हम मानते हैं कि ये राजनीति के कारण इस प्रकार का संघर्ष अखबारों में और बाहर भी देखने में आता है, लेकिन आपसी सौहार्द में यहाँ पर कोई फर्क नहीं. हालात तो इस वक्त नॉर्मल चल रहे हैं, लेकिन किसी वक्त भी गर्म किया जा सकता है. इस वक्त मतलब कोई स्टाइल अंगेज कोई बातें नहीं, चूंकि बाहर के लीडर आ नहीं रहा. जब बाहर के लीडर आते हैं तो गर्मी पैदा कर देते हैं. सभी धर्मों का ये केंद्र होने के कारण यहाँ पे कोई भेदभाव था ही नहीं, बल्कि इतिहास ये बतलाता है कि अयोध्या में कभी सांप्रदायिक दंगा कभी किसी भी प्रकार का हुआ नहीं. ये इधर के दिनों में ये सब देखने सुनने को मिला है, और वो भी बाहरी लोगों के आने से ही हुआ है. जो कुछ आज भी अयोध्यावासी जिस मेल मिलाप से कल रहते थे, उसी ढंग से आज भी अयोध्यावासी रहते हैं. ക്ഷേത്രങ്ങൾക്ക് പൂക്കളും പൂജാദ്രവ്യങ്ങളും മെതിയടികളും നൽകിയിരുന്നത് അയോധ്യയിൽ മുസ്ലിങ്ങളാണ്. നിവേദ്യത്തിനുള്ള പൂക്കൾ കൃഷി ചെയ്യുന്നതും മെതിയടികൾ നിർമ്മിച്ച് വിൽക്കുന്നതും ഇപ്പോഴും മുസ്ലിങ്ങൾ തന്നെ. मोहम्मद याकूब मेरा नाम है, और अभी तक जो है हम लोग 100 बरस से करीब इसके अंदर खेत में बोते जोते आए हैं. अब सरकार इसको ले रही है, नजूल की आराजी है,
अब हम लोगों को रहने का और बच्चों के रहने का परेशानी है। घर के अंदर 8-9 आदमी खर्च परेशान हो जाते हैं और इस वजह से जो है अब यही फूल का कारोबार है। करीब 10-15 आदमियों को जो है ये जो परेशानी है, सब उनकी भी रोजी रोटी जो है सब इसी से चलती है। पहले जो है मंदिरों में फूल मुसलमान वाले लोग बेचते जाते थे और वो यहाँ घाट पे जाते थे। जब से राम जन्मभूमि बाबरी मस्जिद का ताला खुला है तब से जो है ये वहाँ पे बंद हो गया और इस सब परेशानी की वजह से जो है अब खेत पे भी कोई सहारा नहीं है। अब हम लोगों को रहने की कोई जगह नहीं है। ഹൈന്ദവ സന്യാസിമാർ ധരിക്കുന്ന ശ്രീരാമന്റെ പേര് കുത്തിവെച്ച മെതിയടികൾ മുസ്ലിങ്ങൾ ഇപ്പോൾ നിർമ്മിക്കാറില്ല. കാരണം ശ്രീരാമന്റെ പേര് കുത്തിയ സീലുകൾ ഡിസംബർ 6 അഗ്നിയിൽ ചാരമായിപ്പോയി. കർസേവയ്ക്ക് ആയിരക്കണക്കിന് മെതിയടികൾ താൻ ഉണ്ടാക്കി വിറ്റിരുന്നതായി ഷൈഖ് ജിമാൻ പറയുന്നു. तो 15 आदमी होंगे यहाँ। 15 आदमी। हाँ। सिंधु भाई जी हैं। तो सिंधु भाई जी हैं इससे बनाते हैं। पहले से जो है आजकल ये कारोबार तो कम हो गया है। पहले ज्यादा चलता था, अब कम चलता है। कार सेवा वाले वो सब जला दिए, सब जल गया, घर वगैरह सब उसी में सब जल गया। अयोध्यावासी जिस रूप में कल रहते थे उस रूप में आज भी रह रहे हैं। आप लोग की जानकारी होना चाहिए कि बहुत सारे मंदिर ऐसे हैं जिसके मैनेजर यहाँ के मुस्लिम हैं और मुस्लिम नवाबी काल में अनेकों मंदिर ऐसे हैं जिनको मंदिर के लिए जमीन और ये बिल्डिंग, ये मंदिर भवन तैयार करने के लिए उन नवाबों से सहयोग मिला था। यह जो राम जन्मभूमि के जो विवाद आप बताते हैं कि इसी राम जन्मभूमि दर्शन कराने के लिए मुस्लिम तांगे वाले यात्री ढो करके ले आते हैं कि बाबूजी चलिए राम जन्मभूमि देख लीजिए। तो इस प्रकार यहाँ मुस्लिम और हिंदू कभी आपस में ये मान करके नहीं चले कि हम एक दूसरे के विरोधी हैं। അയോധ്യയിൽ ഒരു സർവമത ക്ഷേത്രമുണ്ട്. എല്ലാ മതങ്ങളെയും പ്രതീകങ്ങൾ വെച്ച് പൂജിക്കുന്ന ഈ ക്ഷേത്രം സ്വാമി ലാൽജി ഭായ് സത്യസ്നേഹിയാണ് പരിപാലിക്കുന്നത്.